കിഡ്നി പോയവരൊക്കെ ഒരുപാട് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ആദ്യം കുറേ ലക്ഷണങ്ങൾ കാണിച്ചു തരും. അപ്പം നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ അപകടങ്ങളൊക്കെ മാറിക്കിട്ടും. പലപ്പോഴും ഒരു കിഡ്നിയും മറ്റേ കിഡ്നീൻ്റെ പകുതി പോയിട്ടും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവിടെയാണ് ചികിത്സയൊക്കെ വൈകുന്നത്. ആ സാഹചര്യത്തിലാണ് ഇത്തരം വീഡിയോകൾ പ്രാധാന്യം അർഹിക്കുന്നത്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. നമ്മുടെ കിഡ്നി അപകടത്തിലാവുമ്പോൾ 10 ലക്ഷണങ്ങൾ കാണിച്ചു തരും. കിഡ്നി പോയവരൊക്കെ ഒരുപാട് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ പല സഹോദരന്മാരും പിരിവുമായിട്ട് നമ്മളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഇതൊക്കെ ആദ്യം കുറേ ലക്ഷണങ്ങൾ കാണിച്ചു തരും. അപ്പം നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ അപകടങ്ങളൊക്കെ മാറിക്കിട്ടും. എന്നാൽ ഇത് സിമ്പിൾ നീരല്ലേ, ഇത് മൂത്രക്കടച്ചിലല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ മിക്ക ആളുകൾക്കും ഈ അപകടം ഉണ്ടായിട്ടുണ്ട്. കിഡ്നിൻ്റെ കാര്യത്തിന് ഇതിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മളെ ഒരു കാലിൽ മുറിവ് പറ്റിയാൽ വേഗത്തിൽ നമുക്ക് സിംറ്റം കിട്ടും. കാരണം ഒരു സൈഡിക്ക് ഞൊണ്ടും ഒരു സൈഡിക്ക് കൊക്കിക്കടിയാണ് നടക്കുക. എന്നാൽ കിഡ്നിൻ്റെ കേസ് എങ്ങനെ അറിയോ? ഒരു കിഡ്നി ഫുള്ള് നശിച്ച് ഫുള്ള് പോയാലും മറ്റൊന്ന് ഒരു അല്ലലും അലട്ടലും ഇല്ലാതെ പണിയൊക്കെ എടുക്കും. ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ പറയും, ഇജ് ഞാനെന്ന് പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മറ്റോ എല്ലാ പണിയെടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അപകടം മുഴുവൻ സംഭവിക്കുന്നത്. കാരണം ഒരു കിഡ്നി ഫുള്ള് പോയാലും അറിയാത്തവരുണ്ടാവും. പലപ്പോഴും ഒരു കിഡ്നിയും മറ്റേ കിഡ്നീൻ്റെ പകുതി പോയിട്ടും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവിടെയാണ് ചികിത്സയൊക്കെ വൈകുന്നത്. ആ സാഹചര്യത്തിലാണ് ഇത്തരം വീഡിയോകൾ പ്രാധാന്യം അർഹിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണ മലപ്പുറത്തെ ഇജ് ഞാൻ എന്ന് പറഞ്ഞ അതേ ഭാഷയിൽ തന്നെ എൻ്റെ നാട്ടുകാരോട് സംസാരിക്കുന്ന പോലെ ഈ ബോധവൽക്കരണം നടത്തുന്നത്. കാരണം ഇത്രയും കാലം കിഡ്നി രോഗം ഉണ്ടായിട്ട് പിരിവിന് നമ്മളെ സമീപിച്ച പല ആളുകളും ഇവരൊന്നും ഇതുപോലെ പിരിവ് നടത്തണം എന്ന് ആഗ്രഹിച്ചവരല്ല. ഇതുപോലെ ബ്ലാനറും ഫ്ലക്സും ഉണ്ടാക്കണമെന്ന് കരുതിയവരല്ല. ഇന്നലെ വരെ ഓക്കെ ആണ് എന്ന് കരുതിയവരായിരുന്നു. ഒരു സുപ്രഭാതത്തിലാണ് ഇങ്ങനെ ആയി മാറുന്നത്. നാളെ നമ്മളും അതായേക്കാം. ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ വലിച്ചു നീട്ടി പറയുന്നത്. നമ്മളെ കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചാൽ ഏറ്റവും ആദ്യം ആളുകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് കാണുന്ന ഒരു ലക്ഷണമാണ് കണ്ണിൽ നീര് വരിക. കണ്ണിൻ്റെ ചുറ്റും മുഖത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നീര് വരിക എന്നുള്ളത്. എൻ്റെ ഒരു പേഷ്യൻ്റ് പറഞ്ഞൊരു സങ്കടകരമായൊരു കാര്യമുണ്ട്. അവൻ പറഞ്ഞു, ഒരു കള്ളിൻ്റെ ബ്രാൻഡുണ്ട്, അത് കുത്തിയാൽ തേനീച്ച കുത്തിയ പോലെ ചുണ്ടും കണ്ണുമൊക്കെ വീർക്കും. ഞാൻ ആദ്യമായിട്ടിത് വന്നപ്പോൾ കരുതിയത് അത് കുടിച്ചതുകൊണ്ടാണെന്നാ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാൻ തുടങ്ങി, ഇന്നലെ വിട്ടുക്കണു അല്ലേ, കാണുന്നുണ്ട്, മൊത്തം കാണുന്നുണ്ട്. ഞാനപ്പോൾ അത് അത്ര മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഞാൻ കുടിക്കലും ഉണ്ടായിരുന്നു. പക്ഷേ കുടിക്കാതെ തന്നെ ഇത് വരാൻ തുടങ്ങി. പിന്നെ ആളുകൾ ഇത് ഞാനൊരു കുടിയനായതുകൊണ്ട് ശ്രദ്ധിക്കണ്ട എന്നുള്ള നിലക്ക് പോലും അത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ പിന്നീട് ക്രിയാറ്റിനിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ, കിഡ്നിയുടെ മറ്റ് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായി എന്നുള്ളത്. ഈ അനുഭവം നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, കണ്ണിൻ്റെ ചുറ്റിലും മുഖത്ത് അതുപോലെ തന്നെ കാലിൽ നെരിയാണിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ നീര് വരിക. എങ്ങനെ നീര് വരിക? ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ കുഴിയുന്ന തരത്തിലൊക്കെ ഉള്ള നീര് വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, അത് കിഡ്നിയുടെ ലക്ഷണങ്ങളായിരിക്കാം. രണ്ടാമത്, നിങ്ങളുടെ മൂത്രത്തിൽ വ്യത്യാസം വരികയാണെങ്കിൽ, മൂത്രം പോവാൻ പ്രയാസം, മൂത്രം പോകുമ്പോൾ ചോര വരിക, മൂത്രം ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ട് പോവുക, അതേപോലെ തന്നെ മൂത്രം അമിതമായിട്ട് മൂത്രം പോവുക, അതുപോലെ തന്നെ മൂത്രത്തിൽ കളർ മാറ്റം, കരുതി അത്ര മൂത്രം ഉണ്ടാവുന്നില്ല, ഇങ്ങനെ മൂത്രം പോകുന്ന സമയത്ത് കടുത്ത പൊറുതിയേടും പുകച്ചിലൊക്കെ ആയിട്ട് വരിക, ഇങ്ങനെ ഉണ്ടെങ്കിലും സൂക്ഷിക്കുക. മൂത്രക്കടച്ചിൽ മുതൽ, പ്രമേഹം മുതൽ, പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം മുതൽ, നമ്മൾക്ക് സ്ഥിരമായിട്ട് എല്ലാവർക്കും അറിയുന്ന കല്ലിൻ്റെ അസുഖത്തിനൊക്കെ ഈ സിംറ്റം ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും കല്ല് കുറേ കാലം ഉണ്ടായ ആൾക്ക് ഈ കിഡ്നിൻ്റെ രോഗം വന്നേക്കാം, കല്ല് സ്ഥിരമായിട്ടുണ്ടാവുന്ന ആൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും കല്ലുള്ള ആൾ എനിക്ക് പണ്ടുണ്ടായിരുന്നു, അതങ്ങനെയാണ് പോന്നു എന്ന് പറഞ്ഞ് നെഗ്ലക്റ്റ് ചെയ്യുകയും ഇത് കല്ലാണ് ഇനി അതേപോലെ പോന്നു എന്ന് കരുതിയിട്ട് അവഗണിക്കുകയും ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചെറിയ സംഭവത്തെ പെരുപ്പിച്ച് കാണിക്കല്ല, മറിച്ച് യാഥാർത്ഥ്യത്തോട് ചേർത്ത് പറയുകയാണ്. അത്തരത്തിലുണ്ടെങ്കിൽ കിഡ്നി ഒന്ന് ഫങ്ഷൻ ടെസ്റ്റ് നടത്തുക. സ്ഥിരമായിട്ട് മൂത്രക്കല്ലുള്ള രോഗികളൊക്കെ അത് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ കല്ലുകൊണ്ടോ മൂത്രക്കടച്ചിലുകൊണ്ടോ വന്നതാവട്ടെ, കിഡ്നി രോഗം കൊണ്ടാവാതിരിക്കട്ടെ, പക്ഷേ നമുക്കെന്താണ് ഉറപ്പ് വരുത്തണമല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ ലക്ഷണങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നാമത്തത്, അമിതമായിട്ടുള്ള ക്ഷീണം. നല്ല ക്ഷീണം, ഭക്ഷണം കഴിക്കുന്നുണ്ട്, പഴയ അത്ര ജോലി ഭാരമൊന്നുമില്ല, ഇപ്പോൾ കുറേ റിലാക്സ്ഡ് ആണ്, എന്നാലും ക്ഷീണം, ഉറക്കം വിടുന്നില്ല, ഉറങ്ങിയാലും ഉറക്കച്ചടവ് തീരുന്നില്ല, ഉറക്കം കടന്നാലും ഒരു സുഖമായിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ ശരീരത്തിൽ
കിഡ്നീൻ്റെ പ്രവർത്തനം നിലച്ച് രക്തത്തിലെ വേസ്റ്റുകളൊക്കെ അടിഞ്ഞിട്ട് ഇത്തരത്തിൽ ക്ഷീണം ആവുന്ന ആളുകളാണ് മൂന്നാമത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കിഡ്നി രോഗമുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടത്. നാലാമത്തത് ശരീരത്തിൽ വിട്ടുമാറാത്ത വിറയലും പനിയും, സ്ഥിരമായിട്ട് പനിക്കൽ വരിക, പനി ഉണ്ടാവുക, ചൂട് വരിക എന്നുള്ളത്. ഇതിലേറെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ബി പി കൺട്രോൾ ആവാത്ത അവസ്ഥ. ഭയങ്കരമായിട്ട് ബി പി, എങ്ങനെ നോക്കിയാലും ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ടായതിന് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു. ഇങ്ങനെ ഓരോ പേഷ്യൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി പറയുന്ന കഥയാണ് ഇത്. പറയുന്നത് നാളെ നിങ്ങളാവാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ പഠിച്ചു കഴിഞ്ഞ ഉടനെയാണ്. നമ്മളൊരു ഡോക്ടറായിട്ടുള്ളൊരു ആവേശം ഉണ്ടാവുമല്ലോ, കുറേ കാര്യങ്ങൾ കാട്ടണം എന്നുള്ള. അപ്പോൾ അങ്ങനത്തെ ഒരു ആവേശത്തിൽ നിൽക്കുന്ന കാലത്ത് പേഷ്യൻ്റ് വന്നു. ബി പി മാറുമൊന്നുമില്ല, എൻ്റെത് എന്നും ബി പി കൂടുതലാണ്, എൻ്റെ ശരീരം എങ്ങനെയാണ് പറഞ്ഞു. അപ്പം അമ്മക്കൊരു വാശിയാണല്ലോ, ബുക്കിൽ ഇങ്ങനെ പഠിച്ചാൽ അത് ഞാൻ മാറ്റിത്തരാം, ഞാൻ അപ്പം മരുന്ന് തരും, നിങ്ങൾ വൈകുന്നേരമല്ലേ തിരിച്ചു പോവുള്ളൂ. ഇപ്പോൾ ഒരു ഷോപ്പ് കീപ്പറായിരുന്നു, വൈകുന്നേരം പോകുമ്പോൾ ഇതിൽ കൂടെ വരി, നമുക്ക് ബി പി നോക്കാമായിരുന്നു. അങ്ങനെ അയാൾ വന്നു. ഞാൻ ഭയങ്കര ഇതിൽ കാണാമല്ലോ എൻ്റെ മരുന്നിൻ്റെ എഫക്റ്റ് കണ്ടോടാന്ന് പറഞ്ഞിട്ട് നോക്കിയിരുന്നു. സംഭവിച്ചത് എന്താ, ബി പി കുറവില്ല. അപ്പം എനിക്ക് വാശിയായി, എന്നാൽ അങ്ങനെ ഉണ്ടാക്കില്ല, ഈ മരുന്നിന് പൈസ ഒന്നും തരണ്ട, അതിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണെന്ന് ഞാൻ മരുന്നെടുത്ത് കൊടുത്തു. പിന്നെ നോക്കുമ്പോഴും ബി പി കൂടി നിൽക്കുന്നത്. അപ്പോൾ ആ പേഷ്യൻ്റ് പറഞ്ഞു, ദേ എൻ്റെ രക്തപ്രകൃതി ഇങ്ങനെയാണ്, എനിക്ക് എല്ലാവരിലേറെ ബി പി വേണം, എന്നാലേ ഇങ്ങനെ നിൽക്കുള്ളൂ പറഞ്ഞു. പക്ഷേ 2-3 ദിവസമായപ്പോൾ എനിക്ക് തോന്നി ഇത് അങ്ങനെ പറ്റൂലല്ലോ. ബി പി ഞാൻ വെറുതെ ഒന്ന് ECG എടുപ്പിച്ച് നോക്കി, അപ്പോഴും കുഴപ്പമില്ല. പക്ഷേ എന്തോ ഒരു നല്ല ബുദ്ധിക്ക് അപ്പോൾ ഒന്ന് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് നോക്കാൻ തോന്നി. പക്ഷേ അവിടെ ശരിക്ക് എൻ്റെ കരിയറിൽ തന്നെ തുടക്കത്തിലുണ്ടായ ഒരു തിരിച്ചറിവേനു. നമ്മൾ ബി പി കൂടുമ്പോഴേക്ക് അങ്ങ് മരുന്ന് കൊടുത്ത് ഇതാക്കി അവല്ല വേണ്ടത് എന്നുള്ളത്. പക്ഷേ എന്തോ ഒരു 4-5 ദിവസം കൊണ്ട് എനിക്കിങ്ങനൊരു സംശയം തോന്നുകയും അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയും ചെയ്തു. അതില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് അങ്ങനെ ഒരു വാശിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് അറിയാം, അത് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല പറഞ്ഞിട്ട് ഇത് മൂത്ത് കിഡ്നി മാറ്റി വെച്ചാലും ശരിയാവാത്ത കിഡ്നി രോഗം കൊണ്ട് ക്രിയാറ്റിനിൻ കൂടി കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ കിഡ്നി ഫെയിലിയർ ഇല്ലാതെ, അതല്ലെങ്കിൽ അതിൻ്റെ ആദ്യ സ്റ്റേജിൽ തന്നെ അന്ന് കണ്ടെത്തി എന്നുള്ള എൻ്റെ കരിയറിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാനിത് പറയാനുള്ള കാരണം, ഇത്തരത്തിൽ കിഡ്നിയുടെ പ്രശ്നങ്ങൾ, കിഡ്നി രോഗം, വൃക്ക രോഗം, കിഡ്നി ഫെയിലിയർ ഉണ്ടാവുന്ന ആളുകൾക്ക് ബി പി കൺട്രോൾ ആവാതിരിക്കലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറയാനാണ്. കിഡ്നി രോഗികളിൽ കാണുന്ന മറ്റൊരു ലക്ഷണമാണ് വിശപ്പില്ലായ്മ. വിശപ്പില്ലാത്ത ആളുകൾ ഒറ്റയടിക്ക് പിടിച്ചിട്ടത് കിഡ്നി രോഗമാണ്, ടെൻഷനാവൊന്നും വേണ്ട കേട്ടോ. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന് ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ മൈൻഡ് ഫ്രീ അല്ലാത്ത സമയത്ത് വിശപ്പില്ലായ്മ ഉണ്ടാവും. എന്നാൽ അസാധാരണമായ രൂപത്തിൽ ഹാപ്പിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, വിശക്കണില്ല, ശരീരം മെലിഞ്ഞ് ക്ഷീണിച്ച് വരികയാണ്, ആകെ കുഴക്കുണ്ട്, എന്നാൽ വിശപ്പില്ലേനും ഭക്ഷണം കിട്ടിയാലും കഴിക്കാൻ തോന്നുന്നില്ല, കഴിച്ചാൽ തന്നെ അത് ഛർദ്ദിച്ച് വരികയാണ്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ കിഡ്നിയുടെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ ചില ആളുകളിൽ ഉണ്ടാവുന്നതാണ് ശ്വാസം മുട്ടൽ. ലങ്സിൽ, ശ്വാസകോശത്തിൽ നീരൊക്കെ കെട്ടിയിട്ട് ചെറിയ ശ്വാസം മുട്ടലുണ്ടാകും. ഓക്കെയാണ്, പണ്ട് ആസ്മയോ അലർജിയോ ഒന്നുമില്ല, ഒരു ജലദോഷം പോലും വന്നിട്ടില്ല. പക്ഷെ ഇപ്പം എന്തൊക്കെയോ ഒരു മിസ്സിങ്, ഒരു കിതപ്പ്, ശ്വാസം എടുക്കാൻ കഴിയില്ല, ഞാൻ ഒരു കോണിയൊക്കെ കയറുമ്പോഴത്തേന് ആകെ കിതച്ച് പകുതിയൊക്കെ ഇരുന്നിട്ടാണ് എന്ന് പറയുന്ന രോഗികളുണ്ടെങ്കിൽ അവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് മാത്രമല്ല അത് വരിക. ചിലപ്പോൾ നിങ്ങളെന്താണ് നല്ല പൊടിയുള്ള സ്ഥലത്തേക്ക് താമസം മാറ്റിയിട്ടുണ്ടാവും, അതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വല്ല മരുന്നും കുടിച്ചിട്ടൊക്കെ ആവാം. അപ്പോൾ ഒറ്റയടിക്ക് പേടിക്കുക എന്നുള്ളതല്ല, ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. ഇതുപോലെ അധികം ആളുകളും ശ്രദ്ധിക്കാത്ത എന്നാൽ യാഥാർത്ഥ്യമായി കണ്ടിട്ടുള്ളൊരു സാധനമാണ് വിട്ടുമാറാത്ത ചൊറി. ചൊറിഞ്ഞ് മാന്തി പൊളിക്കും. നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കിയാൽ പ്രശ്നം ഉണ്ടാവില്ല, വെള്ളം പരിശോധിച്ച് നോക്കിയാൽ പ്രശ്നം ഉണ്ടാവില്ല, വെയിൽ കൊണ്ടാലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്ത്രം തട്ടിയാലാണോ ഏതെങ്കിലും മരുന്ന് തട്ടിയാലാണോ നോക്കിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണം കൊണ്ടാണോ നോക്കിയാലോ ഒന്നും ഉണ്ടാവില്ല, ചൊറിഞ്ഞ് മാന്തി നിൽക്കും. അത്തരത്തിലുള്ള ആളുകളും ഒന്ന് കിഡ്നിയുടെ ഫങ്ഷൻസ് ഒന്ന് പരിശോധിച്ച് നോക്കുക. പിന്നുള്ളത് ഒരു പേശി വലിവ്. ഒരു വലിവ് ഇങ്ങനെ ഇതാവും. അത് ഈ ശരീരത്തിൽ കിഡ്നിയുടെ വേസ്റ്റുകൾ അടിഞ്ഞുകൊണ്ട് കിഡ്നി ക്ലിയർ ചെയ്യേണ്ട, മൂത്രത്തിൽ കൂടെ കളയേണ്ട വേസ്റ്റുകൾ രക്തത്തിൽ അടിഞ്ഞ് അതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ഒരു കോച്ചിപ്പിടുത്തം പോലെ, ഒരു പിടുത്തം പോലെ പേശി ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുക. പ്രത്യേകിച്ച് രാത്രി സമയത്ത് ഇതാവുക. രാത്രി ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവുക, മസിലുകളിലും സന്ധികളിലൊക്കെ ഒരു അസാധാരണമായിട്ടുള്ള വേദന ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അത് കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. കിഡ്നിയുടെ ടെസ്റ്റുകൾ പലതുണ്ട്. ആദ്യം കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുള്ള ടെസ്റ്റാണ് ചെയ്യാം. അതിന് വലിയ പൈസ ഒന്നും ആവില്ല. പിന്നെ ഒരു ഉറക്കക്കുറവ് ഉണ്ടാകുമ്പോഴേക്കിനൊന്നും പോയിട്ട് എന്ത് ചെയ്യണ്ട, ഈ ടെസ്റ്റുകളൊക്കെ പാടൊന്നും ചെയ്യൊന്നും വേണ്ട. പക്ഷേ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള നിലക്കും
ഇത്തരത്തിൽ സംശയം തോന്നുകയാണെങ്കിൽ നോക്കുക എന്നുള്ള നിലക്കാണ്. അതല്ലാതെ ഉറക്കക്കുറവ് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് കിഡ്നിൻ്റെ പോയല്ലോ എന്ന് കരുതിയിട്ട് പേടിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഇത്തരത്തിൽ പ്രയാസമുള്ളവരൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, വിദഗ്ധ ഉപദേശം തേടുക. നിങ്ങളുടെ കിഡ്നികൾക്ക് പ്രശ്നങ്ങളില്ലാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ ഈ അറിവ് പങ്കുവെക്കുന്നത്. കഴിയുന്നത്ര ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് എത്തിക്കുക. ഈ കിഡ്നി രോഗത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സംഗതി എന്താ അറിയോ? ഇപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളാണെങ്കിൽ അയാളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഏത് രോഗവും വലുത് തന്നെയാണ്. അറ്റാക്ക് പോലുള്ളതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. ഈ കിഡ്നി രോഗിയുടെ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി മാറ്റി വെക്കും, പിന്നെ രോഗങ്ങളാവും, ഇൻഫെക്ഷനാവും, ഒരുപാട് പ്രയാസം അവരനുഭവിക്കുന്ന. നമ്മളെയൊക്കെ മുന്നിൽ ഒരാൾ കൈ നീട്ടാൻ വരുന്നുണ്ടെങ്കിൽ അത്രയും കുഴങ്ങിയിട്ടല്ലേ. നിങ്ങൾക്കറിയോ, ഈ കൈ നീട്ടുന്നവരൊക്കെ അവരുടെ വീടും പറമ്പൊക്കെ വിറ്റ് പിന്നെയും ബാക്കിയാവാത്തതുകൊണ്ടാണ് ഈ വരുന്നത്. അപ്പോൾ ഒരു നിലക്കൊന്നും ഇതിൻ്റെ ചികിത്സ പോവില്ല. അപ്പം കഴിവതും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് പരമാവധി എല്ലാവരിലേക്കൊന്ന് എത്തിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നതും നമ്മൾ ഈ വീഡിയോയിലുള്ള പരിചയങ്ങളൊക്കെ ആളുകൾക്ക് ഗുണം കിട്ടും. നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് ഒരു ജീവിതം രക്ഷപ്പെടുകയാണെങ്കിൽ, ഇത് പറയുമ്പോൾ തന്നെ പറയട്ടെ, ഞാൻ ഇതുവരെ യൂട്യൂബിൽ നിന്ന് ₹1 വരുമാനം വാങ്ങാത്ത ആളാണ്. ഇതെന്തിനാ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ എല്ലാ വിടുവായത്തും വിളിച്ച് പറയുന്നൊരു സാഹചര്യത്തിൽ, എല്ലാം ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിൽ എന്നവരെ എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ട്. എത്രയോ എൻ്റെ വീഡിയോ ചെയ്ത് ചാനലുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ചാനലിലോ ഞാൻ ഏതെങ്കിലും ചാനലിൽ ചെയ്തിട്ട് ഇതുവരെ ₹1 വാങ്ങിയിട്ടില്ല. കിട്ടിയിട്ടുണ്ട്, ഞാൻ വാങ്ങിയിട്ടില്ല. ഞാനത് വാങ്ങാനും ഉദ്ദേശമില്ല. ഞാൻ പഠിച്ചതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം കിട്ടണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ആളുകൾക്ക് മനസ്സിലാവുന്ന നാടൻ ഭാഷയിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ താഴെ എത്ര കമൻറ്റ് ഉണ്ടാവും എന്നറിയോ? ചിലപ്പോൾ നമ്മളെ കുടുംബക്കാരൊക്കെ മുന്നിൽ നിന്ന് വായിക്കാൻ പറ്റാത്ത കമൻ്റ് ആയിരിക്കും. ഞാൻ മൈൻഡ് ചെയ്യില്ല. കാരണം ഞാൻ ഉദ്ദേശിക്കണേ, എനിക്ക് ഈ സർക്കാർ സീറ്റിൽ പഠിച്ചത് കൊണ്ട് എൻ്റെ അറിവുകൊണ്ട് ആൾക്കാർക്ക് ഉപകാരപ്പെടണം. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പഠിച്ചുകൊണ്ട് ഞാൻ ഈ പഠിച്ചതുകൊണ്ടൊക്കെ ആളുകൾക്ക് ഗുണം കിട്ടണം. നിങ്ങൾ ചികിത്സിച്ച് മാറുമ്പോൾ മാത്രമല്ല, ഒരു കിണറ്റിൽ, ഒരു പൊട്ടക്കിണറ്റിൽ വീണിട്ട് കാലൊടിഞ്ഞ് അത് നേരാക്കുമ്പോൾ മാത്രമല്ല ഡോക്ടറാണ്. ആ കിണറ്റിക്ക് ചാടണ്ട, അവിടെ കാലൊടിയും, അത് അപകടമാണ്, പിന്നെ കുറേ ചികിത്സിക്കേണ്ടി വരും, അത് വരാതിരിക്കാൻ നീ ഇപ്പുറത്തു കൂടെ പൊയ്ക്കോ എന്ന് പറയുന്നതും കൂടെ ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതുന്നു. അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.